ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ റെഡിമെയ്ഡ് നൈറ്റിയൊക്കെ എങ്ങനെ ഷേപ്പ് ചെയ്യണത് എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. ബിഗിനേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇട്ടത്. അപ്പോൾ എങ്ങനെ നമുക്ക് നോക്കാം. ഈ ഒരു നൈറ്റിയാണ് നമ്മൾ ഇനി ഷേപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു അളവിന് നൈറ്റി എടുത്തിട്ട് അത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത്. നമ്മൾ നൈറ്റ് ഇതേപോലെ ചീത്തവശത്തേക്ക് മറിച്ചിട്ടതിന് ശേഷം, അതാണ് ഇതിൻ്റെ നല്ല വശം. അപ്പോൾ ചീത്തവശത്തേക്ക് മറിച്ചിട്ടിട്ട് നമ്മൾ നൈറ്റിയെ ഇതുപോലെ രണ്ടായിട്ട് അങ്ങനെ ഫോൾഡ് ചെയ്യാണ്. കറക്റ്റ് ലെവലാക്കി വെക്കണം. ഇനി നമ്മൾ ഏത് അളവാണോ നമ്മൾ എടുക്കുന്നത് അത് ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. ഇതിനൊപ്പം തന്നെ വെച്ച് കൊടുത്തതിന് ശേഷം വീഡിയോയിൽ കാണിക്കുന്ന പോലെ പിടിച്ചിട്ട് ഷോൾഡറിൻ്റെ ഒപ്പാക്കി വെച്ച് കൊടുക്കണം കേട്ടോ. അതായത് നമ്മൾ അളവിനായിട്ട് നമ്മൾ നല്ല ഭാഗമാണ് വെക്കേണ്ടത്. ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇവിടെയൊക്കെ കറക്റ്റ് പിടിച്ചിട്ട് നമ്മളിവിടുന്ന് ഇങ്ങനെ ലൈന് വരച്ചു കൊടുക്കണ്ട ചെയ്യുന്നത്. ഇതിൻ്റെ സ്ലീവിൻ്റെ വിടുത്ത് നോക്കുക. അപ്പോൾ അത് അവിടെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ലൈന് കൊടുക്കുക. അതേപോലെ ആംഹോൾ എത്തുമ്പോൾ അങ്ങനെ പിടിച്ചിട്ട് ഇവിടെ വരച്ചു. അതേപോലെ നമ്മൾ ഷേപ്പിൽ അങ്ങനെ നമ്മൾ മൊത്തത്തിൽ ഇത് വെച്ചിട്ട് അങ്ങനെയാണ് വരച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ താഴ്വശം ചെറുത് വെട്ടി തയ്ക്കാണ്ടാവും. അപ്പോൾ അതും കൂടെ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇത്രയും കട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് നമ്മളിത് വന്ന് എക്സ്ട്രാ ഇട്ടതിന് ശേഷം ഒരു മാർക്ക് ചെയ്തിട്ട് അവിടെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഒരു ഇഞ്ചോ 1.5 ഇഞ്ചൊക്കെ നമുക്ക് ഇടാം കേട്ടോ. കാരണം ചിലപ്പോൾ അലക്കി കഴിയുമ്പോൾ ചിലപ്പം വലിപ്പം കുറയും. അപ്പം അതിനനുസരിച്ച് പിന്നെ നമുക്ക് വീതിയിലൊന്ന് മടക്കി കൊടുത്താൽ മതി. ഞാനൊരു 1/4 ഇഞ്ചും കൂടെ എക്സ്ട്രാ ഇടുന്നുണ്ട്. ഇനി ഈ വരച്ച ലൈനിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ലൈനിലൂടെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു അറ്റത്തെത്തുമ്പോൾ നമുക്കൊന്നും കൂടെ ഒന്നിങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിങ്ങനെ ഈ സൈഡ് ഭാഗം ഇങ്ങനെ തൂങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ വീഡിയോ ഇട്ടത് തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ചിലരൊക്കെ നമ്മൾ ഇതുപോലെയാണ് ഷേപ്പ് ചെയ്യൽ. ഒന്നിൻ്റെ മേലെ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷമൊക്കെയാണ് കേട്ടോ. അങ്ങനെ 2 സൈഡ് ഇതുപോലെ വരച്ചു കൊടുക്കും. ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ചിലപ്പോൾ നമ്മൾ ഷേപ്പ് ചെയ്യൽ. അധികം ആൾക്കാരും അറിയാത്തവർ കിട്ടും. അപ്പോൾ ഇതുപോലെ കാണിച്ച പോലെ ചെയ്താൽ നമുക്ക് അളവുകൾ ഒരേപോലെ കിട്ടും. 2 സൈഡും ഒരേപോലെ അളവ് കിട്ടും.
അപ്പോൾ അതെങ്ങനെയാണെന്ന് ഒന്നും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ലൈനിലൂടെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ അളവ് ലൈറ്റ് വെച്ച് മാർക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇനി അപ്പുറത്തെ ഭാഗത്തേക്ക് ഇത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെങ്ങനെ പിടിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഇവിടെ ഞാനത് ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. ഇതേപോലെ ഇവിടെയും ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളെ വിരലിങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ പിടിച്ച് ഇവിടെ ഓരോ വരട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പം നമുക്ക് ഇവിടെയും അതുപോലെ കിട്ടും. ഇങ്ങനെ ലൈനിലൂടെ അങ്ങനെ യോജിപ്പിച്ചെടുത്താൽ മതി. നമുക്ക് ഈ രണ്ട് സൈഡും ഒരേ അളവിൽ തന്നെ നമുക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റും. എത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.